8ാം ക്ലാസ്സിലെ ഉറുദു പഠന മികവ് രേഖയിലെ ആദ്യത്തെ പ്രവർത്തനം നോക്കുക. മുകളിൽ തന്നെ ഒരു പാർക്കിൻ്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബച്ചോ ये एक खूबसूरत पार्क है. पार्क में आप क्या क्या देख रहे हैं? पार्क से ताल्लुक़ रखने वाले चंद अल्फाज लिखिए. ഈ പാർക്കിൻ്റെ തസ്വീറിൽ ആപ് ക്യാ ക്യാ ദേഖ് രഹേ ഹെ, നിങ്ങൾ എന്തെല്ലാം കാണുന്നുണ്ട്, അതാണ് താഴെ എഴുതേണ്ടത്. ഉദാഹരണമായി അവിടെ ഒന്ന് നൽകിയിട്ടുണ്ട്. ജയ്സെ പിസൽഗണ്ടി. ഇവിടെ 4 പദങ്ങൾ എഴുതാനുള്ള സ്പേസാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നോക്കിയിട്ട് പാർക്കുമായി ബന്ധപ്പെട്ട് ഉള്ള 4 പദങ്ങൾ ആണ് നിങ്ങൾ എഴുതേണ്ടത്. താഴെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ബച്ചോ ആപ്നെ പാർക്ക് ദേഖാ ഹൈ നാ, പാർക്ക് കെ ബാരെ മേ ചന്ദ് ജുംലെ ലിഖിയെ. നമ്മൾ ക്യാ ഖുശ്നുമാ നസാര എന്ന പാഠഭാഗത്തിൽ പാർക്കിനുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുകളിൽ പാർക്കുമായി ബന്ധപ്പെട്ട പദങ്ങൾ എഴുതി ആ പദങ്ങളുടെ സഹായത്തോടെ പാർക്കിനെക്കുറിച്ച് കുറച്ച് വാചകങ്ങൾ ജുംലെ തയ്യാർ കീജിയെ എന്നാണ് ചോദ്യം. അപ്പോൾ പാർക്കുമായി ബന്ധപ്പെട്ട ഒരു 4-5 വാചകങ്ങൾ ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഈ പ്രവർത്തനം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പാഠപുസ്തകത്തിലും പാർക്കുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ വായിച്ച് നോക്കി നിങ്ങളുടെ അധ്യാപകരുടെയും മറ്റു സുഹൃത്തുക്കളുടെയൊക്കെ സഹായത്തോടെ പാർക്കുമായി ബന്ധപ്പെട്ട 4-5 വാചകങ്ങൾ ജുംലെ തയ്യാർ കീജിയെ और ए वर्कशीट में लिखिए. अगला सरगर्मी यानी दूसरा सरगर्मी देखिए. ഇക്ബാലിൻ്റെ വളരെ പ്രസിദ്ധമായ ബച്ചേ കി ദുആ എന്ന കവിതയിലെ ഏതാനും അശ്ആറുകളാണ് നൽകിയിട്ടുള്ളത്. അവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കുക. ബച്ചോ എ നസം തറന്നും സെ ഗായിയെ. ഈ കവിത ഈണത്തിൽ ചൊല്ലി നോക്കുക. ഇസ് നസം കാ ഷായിർ കോൻ ഹെ ചുൻകർ ലിഖിയെ. നസ്മ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, കവിത. കവിതയുടെ ഷായിർ എന്ന് പറഞ്ഞാൽ കവി. കോൻ ഹെ, ഇസ് നസം കാ ഷായിർ കോൻ ഹെ, കവി കോൻ ഹെ. ചുൻകർ ലിഖിയെ, ഇവിടെ ബ്രാക്കറ്റിൽ പേര് നൽകിയിട്ടുണ്ട്. ആരാണ് ഷായിർ എന്നുള്ളത്? ചുൻകർ ലിഖിയെ. ഷെഫീഉദ്ദീൻ നയ്യർ, ഇക്ബാൽ, ഇസ്മായിൽ മീറട്ടി. നിങ്ങൾ നിങ്ങളുടെ പുസ്തകം വായിച്ച് നോക്കിയാൽ ഉത്തരം വളരെ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ അത് വായിച്ച് നോക്കി ശരി ഉത്തരം താഴെ എടുത്തെഴുതുക. ഇതിൽ ബി ചോദ്യം നോക്കുക. ബച്ചെ കിസ്സെ മുഹബ്ബത്ത് കർണ ചാഹത്താ ഹെ. ബച്ച, കുട്ടി, കിസ്സെ മുഹബ്ബത്ത് കർണ ചാഹത്താ ഹെ, ആരെ സ്നേഹിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ആ പാഠഭാഗത്തിലെ കവിത വായിച്ച് നോക്കുക. അതിൻ്റെ ആശയങ്ങളൊക്കെ ആ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. ക്ലാസ്സൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വേണമെങ്കിൽ ഒന്നും കൂടി ലിങ്കിൽ പോയി ക്ലാസ് കാണാവുന്നതാണ്. അപ്പോൾ അത് കേട്ട് മനസ്സിലാക്കിയാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ ബച്ച കിസ്സെ മുഹബ്ബത്ത് കർണ ചാഹത്താ ഹെ എന്ന് ഇതിൻ്റെ ഉത്തരം ഇവിടെ താഴെ എഴുതുക. അടുത്ത ചോദ്യം. ഇൻ അഷ്ആർ മേ ബച്ച ഖുദാ സെ ദുആ കർത്താ ഹെ. ഈ അഷ്ആറിലൂടെ കുട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ബച്ചോ ആപ് ഖുദാ സെ ക്യാ ക്യാ ദുആ കർത്തെ ഹെ ചന്ദ് ജുംലെ ലിഖിയെ. ഇവിടെ നിങ്ങൾ ഉത്തരമായി എഴുതേണ്ടത് നിങ്ങൾ ദൈവത്തോട്, ഖുദായോട് ക്യാ ക്യാ എന്തെല്ലാം ദുആ കർത്തെ ഹെ പ്രാർത്ഥിക്കാറുണ്ട്. കുറച്ച് വാചകങ്ങൾ എഴുതുക. നമ്മൾ നിത്യവും ദൈവത്തോട്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് വാചകമായിട്ട് എഴുതുക. ഈ കവിതയിൽ ആശയവുമായി വരുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പുറമെ നിങ്ങൾ എന്തെല്ലാം പ്രാർത്ഥിക്കാറുണ്ട് എഴുതാവുന്നതാണ്. ഉദാഹരണത്തിന് മുജെ അച്ഛ ബച്ച ബനാദെ, എന്നെ ഒരു നല്ല കുട്ടിയാക്കണേ. ഉറുദുവിൽ ഒരു 3-4 വാചകങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് എഴുതുക. അഗല സർഗർമി 3 देखिए. सरगर्मी 3 मैं एक बार पढ़ूँ. इकबाल उर्दू के मशहूर शायर है. इशारों की मदद से अल्लामा इकबाल के बारे में एक सवानी नोट तैयार कीजिए. അല്ലാമ ഇക്ബാലിൻ്റെ ഒരു കവിതയാണ് നമ്മൾ പഠിച്ചിരുന്നത്, ബച്ചേ കി ദുആ.
അല്ലാമ ഇക്ബാൽ ഉറുദുവിലെ പ്രസിദ്ധനായ കവിയാണ്. മഷ്ഹൂർ ഷായർ, പ്രസിദ്ധനായ കവിയാണ്. ഇഷാരോം കി മദദ് സെ, താഴെ നൽകിയ ആ കള്ളിയിൽ നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ അല്ലാമ ഇക്ബാൽ കെ ബാരെ മേ ഏക്ക് സവാനി നോട്ട് തയ്യാർ കീജിയെ. ഇക്ബാലിനെ കുറിച്ച് ഒരു സവാനി നോട്ട് എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഇഷാരയായിട്ട് അല്ലാമ ഇക്ബാലിനെ കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. പൈദായിഷ് 1877 ഇസ്വി സിയാൽകോട്ട് മേം. പൈദായിഷ് എന്ന് പറഞ്ഞാൽ ജനനം. 1877 സിയാൽകോട്ടിലാണ് ഇക്ബാലിൻ്റെ ജനനം. പൂരാ നാം മുഹമ്മദ് ഇക്ബാൽ. പൂരാ നാം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ പേര് മുഹമ്മദ് ഇക്ബാൽ. തഖല്ലുസ് ഇക്ബാൽ, ഇക്ബാലിൻ്റെ തഖല്ലുസ് ഇക്ബാൽ എന്നാണ്. മഷ്ഹൂർ കിതാബേം, പ്രസിദ്ധമായ പുസ്തകങ്ങൾ. ബാങ്കേദര, ബാലെ ജിബ്രീൽ, സർബെ കലീം. മഷ്ഹൂർ നസം, പ്രസിദ്ധമായ കവിത. തരാനെ ഹിന്ദി. ഇന്തിക്കാൽ, ഇന്തിക്കാൽ എന്ന് പറഞ്ഞാൽ വഫാത്ത്, മൗത്ത് എന്നാണ്. 1978 ഇസ്വി മേ ലാഹോർ മേ, 1938 1978 ഇസ്വി ലാഹോർ മേ. ഇക്ബാലിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് നൽകിയിട്ടുള്ളത്. ഇത് വായിച്ചിട്ട് ഇക്ബാലിൻ്റെ ഒരു സവാനി നോട്ട് നമ്മൾ തയ്യാറാക്കണം. ഒരു വാചകം അവിടെ നൽകിയിട്ടുണ്ട്. ഇക്ബാൽ ഉറുദു കെ ഏക് മഷ്ഹൂർ ഷായർ ഹൈ. ഇക്ബാലിനെ കുറിച്ച് അങ്ങനെ എഴുതിയിട്ടുണ്ട്. ബാക്കി ഇവിടെ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാമ ഇക്ബാൽ 1877 ഇസ്വി മേ സിയാൽകോട്ട് മേ പൈദാ ഹുയേ. അങ്ങനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഇക്ബാലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കി പകർത്തി എഴുതാതെ ഇതിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി അല്ലാമ ഇക്ബാലിനെ കുറിച്ച് 4-5 വാചകങ്ങൾ എഴുതുക. അതാണ് ഈ പ്രവർത്തനത്തിന് ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ പഠന മികവ് രേഖയിലെ ആദ്യത്തെ 3 പ്രവർത്തനങ്ങളാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ മറ്റു പ്രവർത്തനങ്ങളും പരിചയപ്പെടുത്തുന്നതാണ്. ഇത് പരിചയപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അറിയേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ശുക്രിയ, ഖുദാ ഹാഫിസ്.